ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് amongus ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ചെറുതിനെയാണ് ഉണ്ടാക്കുന്നത്, ബേബീനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സെയിം കളർ തന്നെ നൂലെടുത്തത്, ബ്ലൂവും പിന്നെ വൈറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടൈപ്പ് ക്രോഷ്യേൻ്റെ നീഡിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് 1.75ഉം ഒന്ന് 1.10 mm ആണ് എടുത്തത്. ഇത് ഏറ്റവും ചെറുതാണ് വരുന്നത്. ഞാൻ വൈറ്റ് നൂലിന് വേണ്ടിയിട്ടാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇതും നീലേൻ്റെതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കട്ടിക്ക്. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ 1.10ൻ്റെയും മറ്റേത് 1.7 mm ആണ് ചെയ്തത്. അതിന് തമ്മിലുള്ള ഒരു ഗ്യാപ്പും ഇതൊക്കെ അതിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ സാധാ കത്രിക, പിന്നെ 2 സൂചി എടുത്തിട്ടുണ്ട്. അത് അവിടെ വെച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് തുന്നാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ചിലപ്പോൾ നമുക്ക് ഡയറക്ഷനൊക്കെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് വേറെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇതിൻ്റെ കാല ചെയ്യാനുള്ളത് സെയിം ഒരേ സ്റ്റിച്ച് തന്നെ ചെയ്തു പോവുക, വേറെ വ്യത്യാസമൊന്നുമില്ല. 1.75 mm നീഡിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസ് ഫുള്ളായിട്ട് തുന്നാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ബേസ് റിങ് തുന്നി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടെണ്ണം വീതമല്ലേ ചെയ്യുക. അതിന് പകരം 1-2 ചെയ്ത് പോകാം. കാരണം നമുക്ക് 2 ചെയ്യുമ്പോൾ കൂടുതൽ വീതിയായിട്ട് വരും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചെറിയതാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ 5 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത്രയും ചെറുതാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് രണ്ട് എന്നുള്ള ചെയ്ത് കഴിഞ്ഞിട്ട് ആ റൗണ്ട് ഫുള്ളാക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിനൊരു അറ്റം പോലെയുള്ളത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചെയ്യണത്. നമ്മളിപ്പോൾ 2 ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇടും. പക്ഷെ അത് ഈ അറ്റത്തുള്ളതാവേത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ 2 അല്ലേ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടേത് അതിന് പകരമായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ. കാരണം ഫസ്റ്റ് ഇട്ട സൈഡാണ് നമുക്ക് പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുമ്പോൾ അതിൻ്റെ ഇതും മൊത്തത്തിൽ മാറും, ഷേപ്പ് തന്നെ മാറിപ്പോവും. കാരണം ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം നമുക്ക് വേണ്ട സൈഡ് ഉള്ളോട്ടേക്കാവും, വേണ്ടാത്ത സൈഡ് പുറത്തേക്കും ആവും. അതുകൊണ്ട് ഇതേപോലെ ഈ ഫുൾ റൗണ്ടിനെ ഒന്നായിട്ട് ചെയ്യാം. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഉള്ളിലൂടെയും 2 വെച്ചിട്ട് തന്നെ നമ്മൾ സാധാ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോവാം. അതേപോലെ നമുക്കിപ്പോൾ കാല് എത്ര വലുപ്പമാണ്, നമ്മളിപ്പോൾ ചെറിയതായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കാല് മതി. കാരണം എന്താ വെച്ചാൽ അത് അതിൻ്റെ മുകളിലേക്കുള്ളത് കൂടി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ വലിപ്പം കൂടുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വെറും 4 റോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് 3 റോയൊക്കെ ചെയ്യാം. അത് നമുക്ക് എണ്ണിയാൽ മനസ്സിലാവും. ഇതുപോലെ എൻഡ് ചെയ്യുക. നമ്മൾ സാധാരണയൊക്കെ എൻഡ് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് വലിച്ചെടുക്കുക. അല്ലാതെ കട്ട് ചെയ്യാണ്ട് വയ്ക്കാം. നമുക്ക് ഇങ്ങനത്തെ 2 വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് ഇതിനൊന്ന്. ഇനിയിപ്പോൾ ഇതിനെ 2 കൂടി നമുക്ക് യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ചെയ്തില്ലേ, അതിന് ഒരു സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തിട്ട് നമ്മളിപ്പോൾ അവിടെ എൻഡ് ചെയ്തൊരു ഭാഗമില്ലേ, എൻഡ് ചെയ്തിട്ട് അവിടേക്ക് മുറുക്കി വെച്ചത്, ആ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒരു എൻഡ് ക്രോഷ്യ പോലെ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുക.
എന്നിട്ട് വീണ്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യണത് പോലെ തന്നെ ചെയ്തു പോവുക. നമ്മളിത് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ലൈനെ യോജിപ്പിക്കാൻ ചെയ്തത് ആ സിംഗിൾ ക്രോഷ്യേൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും എടുക്കാണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു പരന്നിട്ട് ഒരു സ്മൂത്ത്നെസ് ഇല്ലാണ്ട് നിൽക്കും, ഒരു വൃത്തിയില്ലാണ്ട്, തീരെ വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാലും ഇതേപോലെ 2 അറ്റം വരുമ്പോഴും ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ക്ലിയർ കിട്ടൂല. ഇതിപ്പോൾ ഇതുപോലെ തന്നെ കിട്ടിയില്ലേ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചെറിയതായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബേസാണ്, അതായത് ഇതിൻ്റെ ബോഡി പാർട്ടാണ്. അത് ഒന്നും ചെയ്യാനല്ല, നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത് പോലെ തന്നെ അങ്ങനെ റൗണ്ടിൽ നേരെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോയാൽ മതി. പിന്നെ അതിൻ്റെ ഹെഡ് പാർട്ടാണ് ഉണ്ടാവുക. അതിപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് പാർട്ടിനെ ഡോൾസിൻ്റെ ഒക്കെ തലയൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തില്ലായിരുന്നോ, ഒരു 4 ചെയ്ത് 4 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് 2 അറ്റത്തുള്ളത് മാത്രം എടുത്തിട്ട് ഒന്നാക്കി മാറ്റിയിട്ട് അതുപോലെ ചെറുതാക്കി കൊണ്ടുവരിക വേണ്ടത് ഇതും. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് റൗണ്ട് ഷേപ്പായിട്ട് വരും, ക്ലിയർ ആയിട്ട്. ഇതിലിനി ആവശ്യത്തിനുള്ള പഞ്ഞ് ശരിക്കും ഫില്ല് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. എന്നിട്ട് മാത്രം അതിൻ്റെ മുകൾ ഭാഗം തുന്നിയിട്ട് റൗണ്ടാക്കി മാറ്റുക. നമുക്കിതാ ഇനി ഈ ഭാഗം തുന്നാനുള്ളത്. അതിനിപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് നൂല് കൊടുത്ത് 1.10 mm നീഡിലാണ് യൂസ് ചെയ്യണത്. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് എലിപ്റ്റിക്കൽ ഷേപ്പാണുള്ളത്, പക്ഷെ ബേബിക്കൊക്കെ റൗണ്ട് ഷേപ്പിലായിരിക്കും വരിക. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തുന്നാം. നമ്മളിപ്പോൾ സാധാരണ ബോൾസിൻ്റെ ഹെഡൊക്കെ തുന്നുന്നത് പോലെ തന്നെയാണ് തുന്നുക. ഇതിപ്പോൾ ഞാൻ 5 യൂസ് ചെയ്യണത്. ഫസ്റ്റത്തെ 5 തുന്നി കഴിഞ്ഞിട്ട് 1 2 1 2 എന്നുള്ള അനുപാതത്തിൽ തുന്നാം. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷ്യ മാത്രം തുന്നി പോരാ, ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം മതി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താക്കുമ്പോൾ വലുതായിട്ട് വരും, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചെറുത് മാത്രം മതി.
ഇതിപ്പോൾ അതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് എന്നിട്ട് വെച്ച് നോക്കുക. വലിപ്പം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തുന്നിയത് അയക്കേണ്ടി വരും. ഇതിപ്പോൾ സെയിം വലിപ്പം വരുന്നത് ക്ലിയറായിട്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഈ ബോക്സാണ്. ഇത് ഞാൻ ചെറുതാണ് ഉണ്ടാക്കാൻ നമുക്കിത് ബേബി ആയതുകൊണ്ട് തന്നെ ഇത് 1.75 mm ഞാൻ എടുത്തത്. ഇത് പക്ഷേ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിങ് ചെയ്യല്ലോ അതുപോലെയല്ല. അതിന് പകരമായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ മാത്രം ഒരു 5 എണ്ണം ചെയ്ത് പോകും. അതായത് ഒരു ചങ്ങല പോലെ. ഇത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെച്ച് നോക്കാം വലിപ്പം കൂടുതലുണ്ടെങ്കിലൊക്കെ. എക്സ്ട്രാ ഒന്ന് ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ എക്സ്ട്രാ ഇട്ടതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി അതേപോലെ റിപ്പീറ്റ് ഫുള്ളായിട്ട് ചെയ്ത് ഇങ്ങോട്ട് വരിക. ആ ഒരു റോ ഫുള്ളായിട്ട് ചെയ്യാം. നമ്മളിത് ലാസ്റ്റത്തെ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നീഡിലിടേത് അതിൻ്റെ ഇപ്പുറത്തുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം ഇടാം. ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്ത് വരാം. ഇതിപ്പോൾ അത്ര വലുപ്പമായി. നമുക്ക് എത്ര വലുപ്പം വേണം എന്നുള്ളതൊക്കെ വെച്ച് നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു ഫുൾ വലുപ്പം ലെങ്ത്തൊന്നും വേണ്ട, ചെറുത് മതി. ഇതിപ്പോൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാണ്ട്. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത് വന്ന പോലെയല്ല ഇനി ചെയ്യാം. ഇത് തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നീഡിടുക. ഫസ്റ്റ് റോൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ അത് പുറത്തേക്ക് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇതേപോലെ അതിൻ്റെ ഇപ്പോൾ നേരത്തെ പുറത്തേക്ക് എടുത്തതിൻ്റെ ആ ഭാഗത്ത് കൂടെ തന്നെ ഉള്ളിൽ എടുത്തിട്ട് അപ്പുറത്തേൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. ഇതുപോലെ നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്ത് വരണം. ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് വരിക. നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ചതുരത്തിൽ വന്നത് ഒരു കോണ് പോലെയൊക്കെ വന്നില്ലേ. നമ്മളിപ്പോൾ അതുപോലെ തുന്നിയോണ്ടാണ് അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടി വീതി വേണം. അതിന് നമ്മൾ സിംഗിൾ ക്രോഷേ മാത്രമാണ് തുന്നണത്. ഇത് ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷേ തുന്നുക. നമ്മുടെ സ്ക്വയർ ഷേപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ടായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാം. നമ്മൾ ആദ്യം എടുത്തിരുന്ന ആ പിന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ പിൻ ചെയ്ത് വെക്കുക ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് തുന്നണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ മതിയാവും. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ മാറിപ്പോവും. ഇനി ഇതാ ഈ വൈറ്റും നമുക്കിതിൻ്റെ മുന്നിലായിട്ട് പിടിപ്പിക്കാം. ഇതതിന് വെക്കുന്ന സമയത്ത് ശരിക്കും നോക്കണം, അടിയിലേക്ക് കുറച്ച് കൂടുതൽ സ്പേസും മുകളിലേക്ക് കുറച്ച് സ്പേസും ആക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ പിന്ന് ഉപയോഗിച്ചിട്ട് വെക്കുക വേണ്ടത്. ഇത് രണ്ടും എന്നിട്ട് തുന്നി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഇത് നമ്മുടെ ബേബി ആസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ആ ഒരു വൈറ്റ് കളറിൻ്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. അതൊന്ന് റൗണ്ടിലാണ് ഉണ്ടാക്കുക, ഒന്ന് എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ഉണ്ടാക്കുക. ബാഗ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കിയതും, പക്ഷെ അതെന്താ വെച്ചാൽ റൗണ്ടിലായിട്ട് തുന്നി വരിക ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.